മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റംദാൻ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോമ്പിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് മറ്റ് കുറേ കാര്യങ്ങളുമായിട്ട്, നോമ്പിൻ്റെ തന്നെ പല വിശേഷങ്ങളുമായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ഫർസീൻ സക്കാഫി മഞ്ചേരിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മുടെ നോമ്പുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും ഓരോ നോമ്പിനും ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നോമ്പിന് ഒരുപാട് ഇബാദത്ത്, അതാണ് നോമ്പിന് എല്ലാവരും കൂടുതൽ ഇബാദത്തിൽ മുഴുകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതും ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായി കാണുന്ന ഒരു സമയമാണിത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഈ ഇസ്ലാമികപരമായിട്ട് എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്? മതപരമായ താല്പര്യം തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ നാമധേയങ്ങളിൽ പെട്ടതാണ് അർ-റഹ്മാൻ എന്ന പദം. അർ-റഹ്മാൻ എന്ന പേരിനർത്ഥം ഒരു പകരവും ഇല്ലാതെ തന്നെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാലും പരമകാരുണ്യവാൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ പരമകാരുണ്യവാനായ അള്ളാഹു തആല സംവിധാനിച്ച മതമാണ് ഇസ്ലാം എന്നിരിക്കെ തന്നെ അതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മൊഞ്ച് കൂടും എന്നതിൽ പ്രത്യേകം സംശയിക്കാനൊന്നുമില്ല. അത് സൂറത്തുൽ ഖസസിലൂടെ അള്ളാഹു തആല ഓരോരുത്തരിലേക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദ്ഇഫു ഫിൽ അർള്, ഭൂമിയിൽ ബലഹീനരായ ആളുകൾ, ബി സ്റ്റാൻഡ് വിത്ത് മാർജിനലൈസ്ഡ് പീപ്പിൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനോടൊപ്പമാണ്, അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യാനാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന ഒരാശയം ആ ആയത്ത് നൽകുന്നുണ്ട്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഈ ഹദീസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഹദീസിൻ്റെ പേര് അൽ മുസൽസലു ബിൽ അവ്വലിയ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഏതൊരു ശിഷ്യനും തൻ്റെ ഗുരുവിൽ നിന്ന് ആദ്യമായി കേൾക്കുന്ന ഹദീസ് ഇതായിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന്, അവർ അവരുടെ ഉസ്താദുമാരിൽ നിന്ന് കേൾക്കുന്ന ഹദീസ് അതായിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കാതലായ ആശയമുള്ള ഹദീസ്. അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, പരമകാരുണ്യവാനായ അല്ലാഹു തആല കരുണ ചെയ്യുന്ന ആളുകൾക്ക് കരുണ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കരുണ കിട്ടാൻ, അള്ളാഹുവിൻ്റെ കരുണ കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം? ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ റഹ്മാനായ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്കും ലഭിക്കും എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും? അടിമയായ ഇവന് ഉടമയായ റബ്ബിൻ്റെ ഒരു തൃപ്തി കിട്ടണം. അപ്പോൾ അത് കിട്ടാനുള്ള മാർഗം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ നബിവചനം ഒരാളെ മുന്നിലെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അവൻ തിരിയുമെന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? അതും ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്ഷണം ചോദിക്കുന്നവന് അയ്യോ പാവം എന്ന ഒരു നിസ്സഹായ ഇമോജി കൊണ്ടല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് ഭക്ഷണം നൽകിക്കൊണ്ടവന് സഹായം ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ എല്ലാവരും നമ്മൾ പൊതുവെ കാണുന്നത് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളുള്ളത്. അപ്പൊ നമ്മുടെ ഈ വക എന്തെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം കാണുന്നത് ഇങ്ങനെയുള്ള ഇമോജികളുടെ കുറേ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അത് നിസ്സഹായാവസ്ഥയാണ്. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റാർക്കും ഉപകാരം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ കൊടുത്തുകൊണ്ട്, അതെ കൊടുത്തുകൊണ്ട്, അതെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തൻ്റെ ശിഷ്യനാകുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബാദർ ഇദാ തബഖ്ത മുർഖത്തൻ, നീ നിന്റെ വീട്ടിൽ മാംസം വേവിക്കുകയാണെങ്കിൽ ഫഅക്സിർ മാഅഹ, അതിലൊഴിക്കുന്ന ചാറ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേവി ഒന്ന് കൂട്ടി വെച്ചോളണം.
എന്നിട്ട് വതആഹദ് ജാറക, നിന്റെ അയൽവാസിയെ സൂക്ഷിക്കണം, നിന്റെ അയൽവാസിക്ക് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണം, ഇല്ലെങ്കിൽ അവന് കൊണ്ടുപോയി കൊടുക്കണം. എത്ര മഹത്തരമായ ആശയമാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ പിടിച്ചുയർത്തുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ വീണ്ടും മൻ നഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ, ആരെങ്കിലും ഐഹിക ലോകത്തെ ഏതെങ്കിലും വേദന ഒരാൾക്ക് ആശ്വാസമേകിയാൽ അന്ത്യനാളിൽ അവന് വരുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവന് ആശ്വാസമേകും എന്ന ആശയം. അതുപോലെ തന്നെ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, നമുക്ക് ഒരു എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവനെ സഹായിക്കുക എന്നുള്ളതാണ്. കാരണം അവനെ സഹായിക്കുന്ന സമയത്തൊക്കെ അല്ലാഹു തആല നമ്മളോട് സഹായം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൽകാൻ വേണ്ടി തയ്യാറായിരിക്കും എന്ന് മുത്തുനബിയുടെ ഹദീസുണ്ട്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല ആഹ്വാനം ഇതിലുണ്ട്. പക്ഷേ റമദാനിൽ ഇതെന്തുകൊണ്ട് കൂടുന്നു? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അപ്പോൾ അത് റമദാന്റെ പ്രത്യേകത തന്നെയാണ്. കാരണം എന്താ? മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, റമദാൻ മാസത്തിൽ ചെയ്താൽ അതിന് ഫർളിൻ്റെ കൂലി അല്ലാഹു തആല നൽകാൻ തയ്യാറായിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഫർള് ചെയ്താലോ 70 ഫർള് ചെയ്ത കൂലി ലഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ ഓരോന്നിനും കൂലി അധികരിക്കുക റമദാനിലാണ്. അപ്പോൾ സ്വാഭാവികമായി റമദാനിൽ അത് കൂടിക്കൊണ്ടിരിക്കും എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരുപാട് വലിയ ഒരു സന്ദേശമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അത് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള നല്ലൊരു ചർച്ചയും കൂടെയായി ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഉസ്താദെ, നമ്മുടെ ഇന്നത്തെ ഒരു സമയം ഇവിടെ അവസാനിക്കാറായി. വീണ്ടും ഒരുപാട് നല്ല വിശേഷങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി.